ഹായ് ഗായ്സ്. അപ്പോൾ ഇന്ന് ബ്ലോഗും കാര്യങ്ങളൊന്നുമല്ല. നിങ്ങൾ ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ടാകും നമ്മളെ ആക്ടർ ആസിഫ് അലിയും അതുപോലെ തന്നെ മ്യൂസിക് ഡയറക്ടർ രമേശ് നാരായണനുമായിട്ടുള്ള ഇഷ്യൂ അതിനെ പറ്റിയിട്ടുള്ള എൻ്റെ അഭിപ്രായം പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ഒരു അഭിപ്രായമാണ്. എല്ലാവർക്കും എൻ്റെ അഭിപ്രായം തന്നെ ആയിരിക്കണം എന്നില്ല. അപ്പോൾ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്, സംഘാടകരുടെ അടുത്ത് തെറ്റ് പറ്റിയിട്ടുണ്ട്. കാരണം മൂപ്പരെ പരിഗണിച്ചില്ല. അത് വലിയൊരു തെറ്റ് തന്നെയാണ്. എന്നിട്ട് ലാസ്റ്റ് അതൊരു മൂപ്പർക്കൊരു പിണക്കമായി എന്ന് കണ്ടപ്പോൾ മൊമെന്റോ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതൊരു തെറ്റ് തന്നെയാണ് സംഭവിച്ചു പോയത്. എന്നിട്ടാണ് ആസിഫ് അലീനെ വിളിക്കുന്നത്. അപ്പോൾ ആസിഫ് അലീനെ വിളിക്കുന്നുണ്ട്, സ്റ്റേജിലല്ല, ഔട്ട് ഓഫ് സ്റ്റേജാണ് വിളിക്കുന്നുണ്ട്. ആസിഫ് അലി വേഗം വന്ന് മൊമെന്റോ വാങ്ങി മൂപ്പർക്ക് കൊടുക്കുന്നുണ്ട്. രമേശ് ജി ആണെങ്കിൽ അത് നോക്കുന്ന പോലുമില്ല. ഇങ്ങനെ നമ്മളെ കയ്യിൽ തട്ടിപ്പറിച്ച് എടുക്കുന്ന പോലെയാണ് എടുക്കുന്നത്. അതൊരിക്കലും പാടില്ലാത്തതാണ്. അപ്പം അത് കഴിഞ്ഞ് അത്രയും ഇഷ്യൂ ഉണ്ടായിട്ടും ആസിഫ് അലിൻ്റെ ക്വാളിറ്റി അതാണ്. അത്രയും ഇഷ്യൂ ഉണ്ടായിട്ടും ഒന്ന് ചിരിച്ച് ഒരു പ്രശ്നം ഉണ്ടാക്കാതെയാണ് പോകുന്നത്. ഒരു പ്രശ്നമില്ല ഇല്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. അത് ആസിഫ് അലിൻ്റെ ഒരു ക്വാളിറ്റി തന്നെയാണ്. അതുപോലെ തന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ രമേശ് ജി പറയുകയുണ്ടായി TV മാധ്യമങ്ങളിൽ, വാർത്തകളിൽ, ഞാൻ നമ്മുടെ ഡയറക്ടർ ജയരാജും കൂടി വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നിന്നത്. അപ്പോഴേക്കും ആസിഫ് അലി വേഗം തന്നിട്ട് വേഗം പോയി എന്നുള്ളത്. അതങ്ങനെയാണെങ്കിൽ രമേശ് ജി പറയണമായിരുന്നു, ആസിഫെ മോനെ ഇവിടെ നിൽക്ക്, എനിക്ക് ജയരാജിനെയും കൂടി ഒന്ന് വിളിക്കണം എന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് ഹാപ്പി മൊമെന്റ് ആക്കിയിട്ട് നമുക്ക് ഒന്ന് പിരിയാന്നുള്ളത് ആസിഫ് അലിനോടും പറയണമായിരുന്നു. പക്ഷെ അത് പറഞ്ഞില്ല. അതൊരു തെറ്റ് തന്നെയാണ്. പിന്നെ സംഘാടകരെ എനിക്ക് പറയാനുള്ളത്, രമേശ് ജിയും ഇവിടെ അപമാനിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം അയാളെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനും അയാൾക്കൊരു മൊമെന്റ് കൊടുക്കാനും നിങ്ങൾ മുന്നിട്ട് ഇറങ്ങിയില്ല. ചിലപ്പോൾ മറന്നുപോയതായിരിക്കും. പക്ഷേ അപമാനിതരെ തിരിച്ചുകൊണ്ട് നേരിടാൻ വേണ്ടിയിട്ട് എല്ലാവരും ആസിഫ് അലി അല്ല. പിന്നെ രമേശ് ജി, നിങ്ങളെ അധികം ആരും അറിയപ്പെടുന്നില്ല. നിങ്ങളെ കലയും നമ്മൾ അംഗീകരിക്കേണ്ടത് തന്നെയാണ്. കാരണം മ്യൂസിക് എന്ന് പറയുന്ന ഒരു കല ദൈവം തന്ന കലയാണ്. അത് പക്ഷെ ഒരിക്കലും അഹങ്കാരമായി നമ്മൾ തീർക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പറയായിരുന്നു, വാങ്ങിച്ച് ജസ്റ്റ് ഒരു പുഞ്ചിരി കൊടുത്ത് ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് അപ്പം നിങ്ങൾക്ക് സംഘാടകരോട് പറയായിരുന്നു, അത് സംഭവം ശരിയായിട്ടില്ല, ഞാനിങ്ങനെയൊന്നല്ല വിചാരിച്ചത്. അവിടെ വെച്ച് നിങ്ങൾ ഈ മൂപ്പനെ അപമാനിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നിങ്ങളത് ചെയ്തത്. അത് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും. ആസിഫ് അലി എന്നുള്ളത് സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് പോകുന്ന ഒരു ആക്ടർ തന്നെയാണ്. ഹേറ്റേഴ്സ് കുറവാണ്, എല്ലാവരോടും നല്ല പെരുമാറ്റമാണ്. രമേശ് ജിക്കും ആസിഫിനും ഇനിയും കുറേ മൊമെന്റോകളും കാര്യങ്ങളും ഉന്നതി ഉയരങ്ങളിലേക്ക് എത്തും. പക്ഷെ ഒരു കാര്യം ഓർക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എത്ര മൊമെന്റോ ആയാലും എന്ത് കിട്ടിയാലും ജനങ്ങളുടെ മനസ്സിൽ സീറോ വാല്യൂ ആണെങ്കിൽ അതിനൊന്നും ഒരു വാല്യൂ ഇല്ല. കാരണം ആസിഫ് അലീനെ ആയാലും രമേശ് ജി ആണെങ്കിലും ജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇവിടം വരെ എത്തിയത്. അപ്പം അതൊരിക്കലും ഒരു അഹങ്കാരമായിട്ട് മാറ്റാൻ പറ്റൂല. അങ്ങനെ അഹങ്കാരമായിട്ട് മാറ്റിയാൽ ജനങ്ങളത് വെച്ച് പൊറപ്പിക്കുകയും ചെയ്യില്ല. അപ്പം എനിക്ക് ഈ വീഡിയോയിൽ ഇത്രയാണ് പറയാനുള്ളത്. അപ്പോൾ എന്താണ് ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത്. ബായ്.